8 പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ അവരുടെ മാധ്യമ ജീവിതം ക്യാമറയിൽ ചിത്രീകരിച്ചു. അതിനുശേഷം ഈ മാധ്യമ സംഘത്തെ, ഈ പ്രവർത്തനത്തിൻ്റെ സംഘത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ കൂട്ടത്തിലുള്ള PV മുരുകനാണ്. അദ്ദേഹം 70 പേരുടെ ഇതിനുള്ള ചിത്രീകരണം നടത്തിയിട്ടുണ്ട്. എന്തായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എന്തായിരുന്നു മാധ്യമപ്രവർത്തനം എന്ന് മനസ്സിലാക്കാനുള്ള, ഏത് തലമുറയ്ക്കും മനസ്സിലാക്കാനുള്ള ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ക്ലേശം സഹിച്ച് എത്തിയിട്ടുള്ളവരുണ്ട്. ഈ അഭിമുഖം തന്നിട്ടുള്ളവരിൽ വ്യത്യസ്ത പത്രപ്രവർത്തനത്തിൻ്റെ വ്യത്യസ്ത ശാഖയിലുള്ളവരുണ്ട്. സാമ്പത്തിക രംഗത്തുള്ളവരുണ്ട്, സാംസ്കാരിക പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ളവരുണ്ട്, എല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. പത്രപ്രവർത്തക പെൻഷൻ 1500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. കേരള മീഡിയ അക്കാദമി നമ്മുടെ എല്ലാം പൊതുസ്ഥാപനമാണ്. ഒരു സ്വയംഭരണ, സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ്. പത്രപ്രവർത്തക യൂണിയൻ, INS, കേരള ടെലിവിഷൻ ഫെഡറേഷൻ, ഇതിൻ്റെ എല്ലാം കൂടി ഒരു സംയുക്ത സ്ഥാപനം കൂടിയാണ്. ജനക്കൂട്ടം എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെയുള്ള ജനക്കൂട്ടം എവിടെയും പിന്നീട് കണ്ടിട്ട്, അത് കഴിഞ്ഞിട്ടാണ് ആളുകൾ വന്നിട്ട് പലരും എൻ്റെ ചുമലിൽ തൊട്ട് ചുമലിക്കുക, എൻ്റെ കാലിൽ വീഴുക, കെട്ടിപ്പിടിക്കുക. ഈ മാസ് അഡുലേഷൻ എന്ന് പറയുന്നത് വിഗ്രഹം ആരാധിക്കുന്നത് പോലെ. അച്ഛൻ്റെ പ്രത്യേകത, അച്ഛൻ ഈ പുസ്തകങ്ങളുടെയും അക്ഷരങ്ങളുടെയും ഒക്കെ ലോകത്തേക്ക് നമ്മൾ നയിക്കുമ്പോൾ വളരെ വലിയ ജനാധിപത്യവാദിയായിരുന്നു മക്കളുടെ കാര്യത്തിലൊക്കെ. ഞാൻ തിരഞ്ഞെടുക്കേണ്ട വിഷയം, എനിക്ക് തിരഞ്ഞെടുക്കേണ്ട പാത എന്തായിരിക്കണം, ഞാൻ എന്ത് പഠിക്കണം, എന്ത് ജോലി ചെയ്യണം, എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതിലൊന്നും അദ്ദേഹം കൈകടത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്ന ആളാണ്. എനിക്ക് അതിൻ്റെതായ എന്നിട്ട് മുന്നേറി അങ്ങനെ ഒരു 3 വർഷം കൊണ്ട് എഴുതിയ പുസ്തകം. അത് കഴിഞ്ഞ വർഷത്തെ മാതൃഭൂമിയുടെ ബെസ്റ്റ് സെല്ലറായിരുന്നു. നോൺ ഫിക്ഷൻ വലിയ 10-12 എഡീഷൻസായി. വ്യക്തിക്ക് വേണ്ടി ഭരത് ഗോവിന്ദ് സാറിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടി. Fraternity, a brotherhood with all of you, with the brotherhood of journalism. I think I won't take much of your time, but I think that these 2 measures of the Kerala Media Academy, one is my story and the other is the Pravasi Madhyama Director, interesting on the history of publishing and printing in Kerala. Now, in that, so actually reading that, let me just say 4 interrelated points that occurred to me about, it has to be written up, I'll try to work on this later, 4 interrelated points about the significance of journalism and the history of journalism in Kerala. One is the point that is made in P.K. Purushothaman Nayar's History of Malayalam Literature, which was also an NBT book. A very important point where he talks about the origin of prose. Prose generally comes later in a literature. Director General സ്ഥാനവരെ അദ്ദേഹം എത്തി. You know that he, right on the day before he died, he sent his last. മന്ത്രി ശ്രീ V. ശിവൻകുട്ടിയുടെ ഭാര്യയുമായ വലിച്ചു കീറി എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. നമുക്ക് അതിൽ അഭിമാനിക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ മലയാളത്തിൽ, കേരളത്തിൽ അത്തരത്തിൽ പ്രഗത്ഭരായ വ്യക്തികളെ, സീനിയറായിട്ടുള്ള ആളുകളെ നമ്മൾ ആദരിക്കുന്നു. അവരുടെ എല്ലാവരുടെയും സംഭാവനകൾ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിവുള്ളവരാണ് ഇവിടെയുള്ളവർ. ഈ അവസരത്തിൽ അവർക്ക് അവരുടെ പ്രവർത്തനത്തിനും പ്രവർത്തന മികവിനും സമൂഹത്തിന് അവർ നൽകിയ സംഭാവനയ്ക്കും നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയും അതോടൊപ്പം തന്നെ സദ്ഭരണവും
ശക്തിപ്പെടുത്തുന്നതിൽ അവർ വഹിച്ച പങ്കിലും അവരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വിരമിക്കുന്നു. ഏതായാലും ഇന്നിപ്പം ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. ഞാൻ പുതിയ സാങ്കേതിക വിദ്യ നമ്മുടെ ഇൻഡസ്ട്രിക്ക് വളരെ ആവശ്യമായതുകൊണ്ട് തന്നെ അത് സൗഹൃദം വീക്ഷിക്കുന്ന ഒരാളാണ്. പ്രമുഖ രാഷ്ട്രീയ വിശകലന വിദഗ്ധനും ചാനലുകളിലെ അറിയപ്പെടുന്ന മുഖവുമാണ്.